നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കാം. ശക്തിയുടെ വലിയൊരു കൃപ ഈ കൂട്ടായ്മയിൽ വന്ന് നിറയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. താവേ, വലിയ അഭിഷേകം എന്ന് വ്യാപരിക്കണം. താവേ, നിൻ്റെ ശക്തമായ കരം ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് വ്യാപരിക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഇറങ്ങി വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയണേന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടച്ച് ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈശോ, വലിയ കൃപ എൻ്റെ മേൽ വർഷിക്കണേ. കർത്താവേ, ഇന്ന് എന്നെ അവിടുത്തെ സ്വരത്താലും ആത്മാവിനാലും അവിടുത്തെ വചനത്താലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനോട് ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ദാഹത്തോടെ ഉറക്കെ പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ പ്രിയദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ചൊല്ലി പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ പ്രിയദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ പ്രിയദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ വചനം പറയുന്നു, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന്, എന്നോട് പറഞ്ഞേ, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. നമ്മൾ കർത്താവിനെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് സമീപസ്ഥനാവും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഹൃദയ പരമാർത്ഥതയോടെ വേണം വിളിച്ചപേക്ഷിക്കാൻ. അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് സമീപസ്ഥനായിട്ട് മാറും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് സമീപസ്ഥനാവും. അല്ലേ? സമീപസ്ഥൻ എന്ന് പറഞ്ഞേ, എന്താ സമീപസ്ഥൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ. അതിൻ്റെ വിപരീത പദം എന്താ? ദൂരസ്ഥൻ, അകന്ന് നിൽക്കുന്നവൻ. അപ്പോൾ കർത്താവ് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് സമീപസ്ഥനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിലവിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കും എന്ന് പറഞ്ഞേ. തൻ്റെ ഭക്തരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പ്രിയ മക്കളെ, നിങ്ങൾ ഇന്ന് ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈശോയെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുകയേ ചെയ്യരുത്. ആരെ ശ്രദ്ധിക്കരുത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടക്കണം. നിങ്ങൾ ഈ സമാഗമ കൂടാരം എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്ത് സമാഗമ കൂടാരം? സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അതായത് ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ ആരാധനാലയമായിരുന്നു ഏത്? സമാഗമ കൂടാരം. അവരുടെ ആരാധനാലയമായിരുന്നു സമാഗമ കൂടാരം. അപ്പോൾ ഈ ആരാധനാലയത്തിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ 3 ഭാഗങ്ങൾ? അതിന് ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേരാണ് പുറത്തെ പ്രാകാരം, പുറത്തെ മുറ്റം, ഔട്ടർ കോർട്ട്, പുറത്തെ പ്രാകാരം. പറഞ്ഞേ, എന്തോന്ന്? പുറത്തെ പ്രാകാരം. പുറത്തെ പ്രാകാരം എന്ന് പറഞ്ഞാൽ വെളിയിലെ മുറ്റം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പോൾ നമ്മൾ ഈ സമാഗമ കൂടാരത്തിൽ യേശുവിനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നപ്പോൾ യഹൂദൻ്റെ സമാഗമ കൂടാരത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ഭാഗമാണ് ഈ പുറത്തെ പ്രാകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെളിയിൽ, ഈ ഹോളിൻ്റെ വെളിയിൽ ആളുകൾ ഇരിക്കുന്നില്ലേ, അവരൊന്ന് കൈവയ്ക്കേ. നിങ്ങളാണ് പുറത്തെ പ്രാകാരത്തിലുള്ളവർ. ഒന്ന് കൈവശിക്കേ. പെടലി തിരിയുകയോ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. കണ്ടോ, പുറത്തെ പ്രാകാരത്തിലിരിക്കുന്നവരെ കണ്ടോ? അവരാണ് ഔട്ടർ കോർട്ടിലുള്ളവർ. നിങ്ങളുടെ കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇതിനകത്തെങ്ങും ഉള്ളവരല്ല. നിങ്ങളെല്ലാം പുറത്തെ പ്രാകാരത്തിലുള്ളവരാണ്, ഈ വരാന്തയിലെല്ലാം ഉള്ളവർ. ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്ത്? വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞേ. ആരെങ്കിലുമൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, വിശുദ്ധ സ്ഥലം. വണ്ടർഫുൾ വണ്ടർഫുൾ. വിശുദ്ധ സ്ഥലം. ഇനി അത് കഴിഞ്ഞാൽ ഉള്ളതാണ് അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ എന്തൊക്കെയാണ് സമാഗമ കൂടാരത്തിന് 3 ഭാഗങ്ങൾ പറയൂ? പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം. വണ്ടർഫുൾ. ഇനി പുറത്തെ പ്രാകാരത്തിൽ എന്തൊക്കെയുണ്ട്? 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പുറത്തെ പ്രാകാരത്തിൽ? 2 കാര്യങ്ങൾ. 1 ബലിപീഠം, 2 ക്ഷാളന പാത്രം. എന്തൊക്കെയാണ്? ബലിപീഠം. നമുക്ക് നമ്മുടെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ബലിപീഠം. എന്നാൽ യഹൂദൻ്റെ സമാഗമ കൂടാരത്തിൽ ബലിപീഠം എവിടെയാണ്? പുറത്തെ പ്രാകാരത്തിലാണ്. അപ്പോൾ ബലിപീഠവും ക്ഷാളനപാത്രവും. എന്താണ് ക്ഷാളനപാത്രം? പുരോഹിതൻ കൈ കഴുകുന്ന സ്ഥലം, ബലി അർപ്പിച്ചിട്ട് കൈ കഴുകുന്ന സ്ഥലം. ഈസ് ദാറ്റ് ഓക്കെ? ശരി, സമ്മതിച്ചോ? സമ്മതിച്ചു. അവിടെ അപ്പോൾ പുറത്തെ പ്രാകാരത്തിൽ ഇപ്പോൾ പറയണം, ചോദിക്കും, എഴുന്നേപ്പിച്ച് നിർത്തി ചോദിക്കാൻ പോവാണ്. പുറത്തെ പ്രാകാരത്തിൽ എന്തൊക്കെയാണുള്ളത്? എലിപീഠമോ? ബലിപീഠം, ബലിപീഠവും ക്ഷാളനപാത്രവും. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളാണ് എവിടെ ഉള്ളത് മക്കളെ? പുറത്തെ പ്രാകാരത്തിൽ, ഔട്ടർ കോർട്ട്. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലമാണ് വിശുദ്ധ സ്ഥലം, ദ ഹോളി പ്ലേസ്. ഹോളി പ്ലേസിൽ 3 കാര്യങ്ങളുണ്ട്. 7 കാലുള്ള വിളക്ക്, അതിൻ്റെ പേരാണ് മെനോറ. എന്താണ്? മെനോറ. സയനോര അല്ല, മെനോറ. എന്താണ്? മെനോറ. ഇനി നിങ്ങൾ മറക്കത്തില്ല. എന്താണത്? മെനോറ. മെനോറ എന്ന് പറഞ്ഞാൽ എന്താണ്? 7 കാലുള്ള വിളക്ക്. അതിന് ബദാം മരത്തിൻ്റെ ആകൃതി. എന്തിൻ്റെ ആകൃതി? ബദാം മരത്തിൻ്റെ ആകൃതി. 7 കാലുള്ള വിളക്ക്. ഇനി അതിന് കഴിഞ്ഞാൽ രണ്ടാമത്തെ സാധനം ധൂപപീഠം. എന്താണ്? ധൂപപീഠം. പറഞ്ഞേ. ധൂപപീഠം. അപ്പോൾ അതാണ് ദ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്. ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപം അർപ്പിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ, ദ ടേബിൾ ഓഫ് ദി ബ്രെഡ് ഓഫ് പ്രസൻസ്. ദ ടേബിൾ ഓഫ് ദി ബ്രെഡ് ഓഫ് പ്രസൻസ്, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. അപ്പോൾ വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണുള്ളത്? അത്രയും പറയണ്ട. മെനോറ. എന്താണ്? മെനോറ, ധൂപപീഠം, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. അപ്പോൾ എന്തൊക്കെയാണ് വിശുദ്ധ സ്ഥലത്ത്? 3 കാര്യങ്ങളുണ്ട്. മെനോറ, ധൂപപീഠം, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. ഓക്കെ ആണോ? ശരി. ഇനി അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെയുണ്ട്? ഡാലിലച്ചനുണ്ട്, പിന്നെ ഫാനുണ്ട്. എന്തൊക്കെയുണ്ട് പറ? അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദാന പേടകം. പറയൂ. വാഗ്ദാന പേടകം. അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ ഒരു പലക പോലൊരു സാധനം, അതിൻ്റെ പേരാണ് കൃപാസനം. എന്താണ്? അതിൻ്റെ പേരാണ് വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലെ പലക പോലെ, എ ഗോൾഡൻ പ്ലേറ്റ് നെയിംഡ് ദ മേഴ്സി സീറ്റ്. കൃപാസനം. കൃപാസനത്തിൻ്റെ ഇരുവശങ്ങളിലായി 2 കെരൂബുകൾ, ക്രോവേ മാലാഖമാർ, ക്രോബേന്മാർ. വാഗ്ദാന പേടകത്തിനകത്ത് മന്ന, അഹറോൻ്റെ തളിർത്ത വടി, കൽപ്പനകൾ എഴുതിയ കൽഫലകങ്ങൾ. ഇത്രയും പിടി കിട്ടിയോ? വല്ലതും ഓർക്കുന്നുണ്ടോ? അതിവിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ? വാഗ്ദാന പേടകം എന്ന് പറയുന്നത് ദാറ്റ് വാസ് എ ഗോൾഡൻ ചെസ്റ്റ്. ഒരു ബോക്സാണ്, പെട്ടിയാണത്. വാഗ്ദാന പേടകം പെട്ടി, പത്തായം പോലൊരു പെട്ടി. ആ പെട്ടിയുടെ മുകളിൽ ഒരു പലക, അതിൻ്റെ പേരാണ് കൃപാസനം.
കൃപാസനത്തിൻ്റെ ഇരുവശത്തും വാഗ്ദാന പേടകത്തെ നോക്കി 2 മാലാഖമാർ. വാഗ്ദാന പേടകത്തിനകത്ത് മന്ന, തളിർത്ത വടി, കൽപ്പനകളുടെ കൽഫലകങ്ങൾ, ദ ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ ആൻഡ് മന്ന ആൻഡ് ദ റോഡ് ഓഫ് അയറൺ, അഹറോൻ്റെ തളിർത്ത വടി. ഇത്രയും മനസ്സിലായോ? ശരി. ദൈവം എവിടാണ്? യഹൂദൻ്റെ ഈ ദൈവസങ്കല്പം അനുസരിച്ച് ദൈവം എവിടാണ്? ഹലോ, എവിടാണ്? അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവം. ദൈവം അതിവിശുദ്ധ സ്ഥലത്താണ്. അപ്പം ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാവർക്കും പ്രവേശനം ഇല്ല. ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും പ്രവേശനം ഇല്ല. പുരോഹിതനല്ല, പ്രധാന പുരോഹിതന് മാത്രം. അതും വർഷത്തിൽ ഒരിക്കൽ. യോം കിപ്പൂർ എന്നൊരു തിരുനാളുണ്ടായിരുന്നു. ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാര ദിനം. യോം കിപ്പൂർ ഇപ്പോഴും ഉണ്ട് യഹൂദന് ആ തിരുനാൾ. യോം കിപ്പൂർ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, പാപപരിഹാര ദിനം. ഹല്ലേലൂയ. അന്ന് മാത്രം പുരോഹിതന്, പ്രധാന പുരോഹിതന് അകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, പ്രധാന പുരോഹിതൻ്റെ കാലയിൽ മണി കെട്ടി കയറും കെട്ടിയിടും. എന്തിനു കാര്യം എന്നറിയാമോ? അകത്ത് വെച്ചങ്ങണം ഈ പ്രധാന പുരോഹിതൻ മരിച്ചുപോയാൽ ആരും അകത്ത് കയറി മരിക്കാതിരിക്കാൻ വേണ്ടി പുരോഹിതനെ കയറെ കെട്ടി വലിച്ച് വെളി കൊണ്ടുവരാൻ പുരോഹിതൻ്റെ കാലയിൽ ഒരു കയറും കാലേ മണിയും കെട്ടിയാണ് അകത്തേക്ക് വിട്ടിരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച് തിരുസാന്നിധ്യം, ദൈവ സാന്നിധ്യം പ്രധാന പുരോഹിതന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് കേൾക്കാവോ? ഈ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, പ്രസൻസിലേക്ക് നമ്മളാരും കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി നമുക്കും ദൈവത്തിനുമിടയിൽ വളരെ കട്ടിയുള്ള ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. അതായിരുന്നു സമാഗമ കൂടാരത്തിലെ ഏറ്റവും കട്ടിയുള്ള തിരശ്ശീല. വളരെ കട്ടിയുള്ള, നമ്മുടെ ഈ തിരശ്ശീല പോലല്ല, വളരെ കട്ടിയുള്ള തിരശ്ശീല. എ തിക്ക് വെയിൽ. തിക്ക് കേൾക്കുന്നുണ്ടോ? ഈ കട്ടിയുള്ള ഈ തിരശ്ശീല ഒരിക്കൽ മുറിഞ്ഞു. അത് മുറിഞ്ഞത് താഴേന്ന് മേളിലോട്ടാണോ മേളിൽ നിന്ന് താഴോട്ടാണോ? താഴെ മുതൽ മേളിലോട്ടാണോ മുകളിൽ നിന്ന് താഴോട്ടാണോ ഈശോ മരിച്ചപ്പോൾ ആ തിരശ്ശീല മുറിഞ്ഞത്? വണ്ടർഫുൾ. താഴെ നിന്ന് മുകളിലോട്ടാണ്. ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. മുറിഞ്ഞത് മുകളിൽ നിന്ന് താഴേക്കാണ്. മുകളിൽ നിന്ന് താഴേക്ക് മുറിഞ്ഞു എന്നതൊരു സൂചനയാണ്. ആ സൂചന ഇതാണ്: ഇതൊരു മനുഷ്യനും മുറിച്ചതല്ല. ഈ തിരശ്ശീല മുറിച്ചത് ദൈവമാണ്. ഈ തിരശ്ശീല മുറിച്ചത് ദൈവമാണ്. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ കടന്നു ചെല്ലാനാവാത്ത വിധം മനുഷ്യനെയും ദൈവത്തെയും വേർതിരിച്ച് നിർത്തിയ ഈ കട്ടിയുള്ള തിരശ്ശീല ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പുത്രനെ കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ, അവൻ മരിച്ചപ്പോൾ കീറി തന്നിട്ടുണ്ട്. ഇനി ആ തിരശ്ശീലയില്ല. ഭൂമിയിലെ ഏത് പാവപ്പെട്ട മനുഷ്യനും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവന് ആ തിരശ്ശീലയില്ലാതെ ദൈവസാന്നിധ്യത്തിൻ്റെ നേരിലേക്ക്, ദൈവസാന്നിധ്യത്തിൻ്റെ സത്യത്തിലേക്ക്, ദൈവസാന്നിധ്യത്തിൻ്റെ ആ ഏറ്റവും പ്രകടമായ ആ അനുഭവത്തിലേക്ക് ഓടിച്ചെന്ന് കയറാൻ പറ്റും. ആരും തടയില്ല, ഒരാളും തടയില്ല, ഒരു സമ്പ്രദായവും തടയില്ല, ഒരു മതവും തടയില്ല, ഒരു പ്രത്യയശാസ്ത്രവും തടയില്ല, ഒരു സെക്യൂരിറ്റിയും തടയില്ല. ആരും കാവൽ നിൽക്കാത്ത, എല്ലാവർക്കും വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും തുറന്നു കിടക്കുന്ന, ഒഴുകി 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 മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന, ആർക്കും തടയാൻ പറ്റാത്ത, അണകെട്ടി തടഞ്ഞു നിർത്താൻ പറ്റാത്ത ആ സാന്നിധ്യം ഇതാ പ്രിയ മക്കളെ നമുക്ക് വേണ്ടി കുരിശിൽ നമ്മുടെ കർത്താവ് മരിച്ചപ്പോൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ് സമീപസ്ഥൻ. സമീപസ്ഥൻ ആർക്ക്? നിലവിളിക്കുന്നവന് അവിടുന്ന് സമീപസ്ഥൻ. ഇനി ആ തിരശ്ശീലയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആ തിരശ്ശീല ഇല്ലാത്തതുകൊണ്ട് ആർക്കാണെന്നറിയാവോ ആ സാന്നിധ്യം കിട്ടുന്നത്? തങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു തിരശ്ശീല ഉണ്ടാക്കി വെക്കാത്തവർക്കെല്ലാം ആ സാന്നിധ്യം കിട്ടും. ഞാൻ വല്ലതും പറഞ്ഞ് മനസ്സിലായോ? തങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു തിരശ്ശീല വെക്കാത്തവർക്കെല്ലാം ആ സാന്നിധ്യം കിട്ടും. എന്താ തിരശ്ശീലയെന്നറിയാമോ? ആ തിരശ്ശീലയുടെ പേരാണ് ദുരഭിമാനം.
നമ്മളും ദൈവത്തിനും ഇടയിൽ നമ്മൾ കെട്ടിവെച്ച ആ തിരശീലയുടെ പേരാണ് നാണക്കേട്, ദുരഭിമാനം, മാനാഭിമാനം, നമ്മുടെ അഹംബോധം, നമ്മൾ വലുതാന്നുള്ള ചിന്ത, വലിയവരും കണ്ട നാണക്കേടാവുന്നുള്ള വിചാരം, നമ്മുടെ ദൈവത്തെ വിളിക്കാനുള്ള മടി. നമുക്കും ദൈവത്തിനും ഇടയിൽ നമ്മൾ കെട്ടിവെച്ച ആ തിരശീലയുടെ പേരാണ് ദുരഭിമാനം. എന്താണിത്? ദുരഭിമാനം. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കും ദൈവത്തിനും ഇടയിൽ നമ്മൾ കെട്ടിവെച്ച ആ തിരശീലയാകുന്ന ദുരഭിമാനം ഇന്ന് നീ എടുത്തു മാറ്റിയാലുണ്ടല്ലോ, ഇന്ന് മൗണ്ട് കാർമലിൽ വെച്ച് ദൈവത്തെ അനുഭവിച്ചിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ. കാരണം എന്തെന്നറിയാം, അതിനൊരു തടസ്സവും ഇല്ല ഇവിടെ. അതിനൊരു തടസ്സവും ഇല്ല ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, അതിനാരും കാവൽക്കാരില്ല, അതിന് സെക്യൂരിറ്റി ഇല്ല, അതിന് വോളണ്ടിയേഴ്സ് കൺട്രോൾ ചെയ്യാനില്ല. നീ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിച്ചാൽ, നീ എൻ്റെ ദൈവമേ എന്ന് ചങ്ക് വിട്ട് വിളിച്ചാൽ, നിന്റെ ദൈവം സമീപസ്ഥനാവും. സമീപസ്ഥൻ, 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 അടുത്ത് വരുമെന്ന്, അടുത്ത്. പ്രസൻസ്. ഹല്ലേലൂയാ. ജീവിക്കുന്നത് അതിനു വേണ്ടിയാവണം, ജീവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം എനിക്ക് മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത്. ദൈവമേ, മരിക്കുന്നവരെ എനിക്ക് ഒരു കാര്യം മതി. എന്താണ്? നിന്റെ സാന്നിധ്യം. എന്തെന്നറിയാമോ? ഈ സാന്നിധ്യത്തിനകത്ത് വേറൊരു സംഭവമുണ്ട്. നിന്റെ സാന്നിധ്യത്തിനകത്ത് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഈ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ സാന്നിധ്യത്തിനകത്ത് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഈ സാന്നിധ്യത്തിനകത്ത് വേറൊരു സംഭവമുണ്ട്. എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് സാന്നിധ്യത്തിനകത്ത്. നിനക്ക് വേണ്ടത് കടം തീരുന്നതാണ്, നിനക്ക് വേണ്ടത് ജോലി കിട്ടുന്നതാണ്, നിനക്ക് വേണ്ടത് കല്യാണം നടക്കുന്നതാണ്, നിനക്ക് വേണ്ടത് നിൻ്റെ വീട്ടിലേക്ക് ഒരു വഴി കിട്ടുന്നതാണ്, നിനക്ക് വേണ്ടത് നിൻ്റെ മക്കളുടെ നല്ല ഭാവിയാണ്, നിനക്ക് വേണ്ടത് നീ ആഗ്രഹിക്കുന്ന വിദേശത്തെ ഒരു ജോലിയാണ്, നിനക്ക് വേണ്ടത് നല്ലൊരു കുടുംബജീവിതമാണ്, നിനക്ക് വേണ്ടത് കുടുംബത്തിലെ സമാധാനമാണ്, ഈ കുഞ്ഞിന് വേണ്ടത് പരീക്ഷയിൽ വിജയമാണ്, ആ മോന് വേണ്ടത് ഇൻ്റർവ്യൂ പാസ്സാവുന്നതാണ്, ആ അമ്മച്ചിക്ക് വേണ്ടത് സമാധാനമുള്ളൊരു വീടാണ്, ആ അപ്പച്ചന് വേണ്ടത് ഈ വയ്യാഴി എന്നൊരു മോചനമാണ്. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഈ സാന്നിധ്യത്തിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒറ്റയ്ക്ക് പോയി നിങ്ങൾ വാങ്ങണ്ട. അതായത് എനിക്ക് തുണി വേണം, എനിക്ക് പച്ചക്കറി വേണം, എനിക്ക് ഇറച്ചി വേണം, എനിക്ക് പിന്നെ കുറേ ക്രീമുകൾ വേണം, പിന്നെ എനിക്ക് തല ചെയ്യുവാനൊരു ചീപ്പ് വേണം, പിന്നെ എനിക്ക് ചെരുപ്പ് വേണം, എനിക്കൊരു പെട്ടി വേണം. ഞാനിതെല്ലാം കൂടെ വാങ്ങാൻ വട്ടപ്പാറയിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ തമ്പാനൂർ വരെ എല്ലാ കടയിലും കയറേണ്ടി വരും. അങ്ങനെ കയറുന്നതിന് പകരം തിരുവനന്തപുരത്ത് ഒരു ലുലു മാളുണ്ട്, ഒരിടത്ത് കയറിയാൽ മതി, എല്ലാം കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനാണെങ്കിൽ, ഞാൻ ലുലു മാളിൻ്റെ PR അല്ല, പക്ഷേ അങ്ങനാണെങ്കിൽ ലുലു മാളിൻ്റെ പേരാണ് ദൈവ സാന്നിധ്യം. ഈ ഒറ്റയ്ക്ക് അവിടെ ഇവിടെയും പോയി ഓരോന്നിന് പോകുന്നതിന് പകരം ദൈവമക്കൾക്ക് ഞാൻ ഉപദേശം തരികയാണ്, കയറുകയാണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറണം. അതിൻ്റെ പേരാണ് ദൈവ സാന്നിധ്യം. പറഞ്ഞ ഹല്ലേലൂയാ. ദൈവ സാന്നിധ്യത്തിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ഒരു 8-10 കൊല്ലത്തിനിടയിൽ ഞാൻ ഒറ്റയ്ക്ക് ഓരോ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേയില്ല. ഈ കാര്യം നടക്കണേ കർത്താവ്, ഇത് നടക്കണേ, അതായത് എൻ്റെ കാര്യം ഞാൻ പറയണേ, ഈ കാര്യം നടക്കണേ, ഈ കാര്യത്തിൽ നീ ഇടപെടണേ, ഇത് ഇടപെടണം. ആകെക്കൂടി ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ എൻ്റെ മുറിയിലൊരു പ്രെയർ ബുക്കുണ്ട്, അതിനകത്ത് എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ എഴുതി വെക്കും. ദൈവം ഇത് തരണേ എന്ന് ഒറ്റയ്ക്ക് എൻ്റെ പ്രാർത്ഥനകളിലൊന്നും ഞാൻ അങ്ങനെ ചോദിക്കുന്നേയില്ല. നിങ്ങൾ എന്നെ നോക്ക്, എനിക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? അഹങ്കാരത്തിന് അഹങ്കാരം, കോപത്തിന്, അതല്ലേ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതായത് എനിക്കൊന്നിൻ്റെയും കുറവില്ല, എനിക്കും ഈ ധ്യാന കേന്ദ്രത്തിനും ഒന്നിൻ്റെയും കുറവില്ല. എന്താണെന്നറിയാമോ? ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ വിട്ടുപോകരുതേ കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ നീ തിരിച്ചെടുക്കരുതേ, നീ തന്ന നിന്റെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാവണേ. ഹല്ലേലൂയാ. അപ്പൊ ഞാൻ പറയാണ് നിങ്ങളോട്, ഒരു കാര്യം മതി. അതുകൊണ്ട് ഒരു വീട്ടിൽ ഈശോ കയറി ചെന്ന സമയത്ത് 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു ആ വീട്ടിൽ.
അപ്പനെ അമ്മയെ കുറിച്ചൊന്നും പറയുന്നില്ല, മരിച്ചു പോയിട്ടുണ്ടാവും. ചേച്ചിയുടെ പേര് മർത്ത, അനീത്തയുടെ പേര് മറിയം, ആങ്ങളയുടെ പേര് ലാസർ. ആ വീട്ടിൽ ഈശോ കയറി ചെന്നപ്പോൾ മർത്ത ഓടി നടന്ന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നടന്നപ്പോൾ മറിയം പറഞ്ഞു, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. കർത്താവേ, എനിക്ക് നിന്റെ അവൾ യേശുവിൻ്റെ പാദാന്തികത്തിൽ കാൽച്ചുവട്ടിലിരുന്ന് പത്മത്തിൽ അടയിരുന്ന് അവള് ദൈവത്തെ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. വളരെ പ്രമാദമായ ഒരു വാചകം ഈശോ പറഞ്ഞു. നൂറ്റാണ്ടുകളോളം ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കയറുന്ന ഒരു വാചകം ബൈബിളിലുണ്ട്. അത് ഈശോ പറഞ്ഞാണ്. ഈശോ പറഞ്ഞെന്താണെന്നറിയോ? മർത്ത 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 അല്ലല്ല, മർത്ത മർത്ത, നീ ഒരുപാട് കാര്യത്തെക്കുറിച്ച് ആകുലചിത്തയും വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമായിരിക്കുന്നു മോളെ. മറിയം നല്ല ഭാഗം തെരഞ്ഞു. മേരി ഹാസ് ചോസൺ ദ ബെറ്റർ പോർഷൻ. അയ്യോ, മേരി ഹാസ് ചോസൺ ദ ബെറ്റർ പാർട്ട് ആൻഡ് ദാറ്റ് വിൽ നെവർ ബി ടേക്കൺ അവേ ഫ്രം ഹെർ. അവളിൽ നിന്ന് ഒരിക്കലും അത് എടുക്കപ്പെടില്ല. അയ്യോ, അതിൽ കൂടുതൽ എന്നെ വേണ്ടേ? മേരി ഹാസ് ചോസൺ ദ ബെറ്റർ പോർഷൻ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്ത് അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടില്ല. രാവിലെ മുതൽ ഉറങ്ങുന്നവരെ ഒരു പ്രാർത്ഥന മതി, നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി. കൂരിരുളിൻ്റെ താഴ്വരയിലും മുള്ളുകൾക്കിടയിലും ചതുപ്പ് നിലങ്ങളിലും താഴ്വരകളിലും കുന്നുകളിലും കർത്താവേ, ക്ലേശത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലും സങ്കടത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും മരണത്തിലും ജീവനിലും നിന്റെ സാന്നിധ്യം മതി. നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. നിന്റെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. മറ്റൊരു സങ്കീർത്തനം പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഹല്ലേലൂയ! ഒന്ന് ചാട് നിങ്ങൾ, ഹല്ലേലൂയ! അതായത് ഞാൻ പറയാണ് എൻ്റെ പൊന്നുമക്കളെ, സാന്നിധ്യം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ പെട്ടിക്കടകളിൽ കയറി മടുത്തില്ലേ നിങ്ങൾ? മടുത്തില്ലേ നിങ്ങൾ? പെട്ടിക്കടകളിൽ ഓടി ഓടി മടുത്തില്ലേ നിങ്ങൾ? ഒരു പെട്ടിക്കടയുടെ പേരാണ് മൗണ്ട് കാർമൽ, വേറൊരു പെട്ടിക്കടയുടെ പേരാണ് വേറൊരു ധ്യാന. മടുത്തില്ലേ നിങ്ങൾ? ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇനി മേലാൽ നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാൻ ഇടയാകാത്ത വിധം ഞാൻ നിങ്ങൾക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്താം. അതിൻ്റെ പേരാണ് നിന്റെ സാന്നിധ്യം. ഞാനൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരാം. നിന്റെ വീടിനകത്തേക്ക് കയറി വരുന്ന, നിന്റെ അടുക്കള മുറിയിൽ നിന്റെ അടുത്തിരിക്കുന്ന, നിന്റെ ബെഡ്റൂമിൽ നിന്നോടൊപ്പം കിടക്കുന്ന, നിന്റെ തെരുവുകളിൽ നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന, നിന്റെ ഊടുവഴികളിൽ നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അങ്ങനെ ദൈവമുണ്ട്. അതായത് നമ്മുടെ അതാ പറഞ്ഞ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ. And we need to explore the reality and the depth of this statement. നമുക്ക് ഇതിന്റെ ആഴം കുഴിച്ചെടുക്കണം, ഖനനം ചെയ്യണം. നമ്മൾ ഈ ഖനനം ചെയ്തെടുക്കണം ഇതിന്റെ ആഴം. അതായത് എൻ്റെ കൂടെ വരാന്നൊരു ദൈവം പറഞ്ഞു. And we never explore the intensity of the statement. നമുക്ക് അതിൻ്റെ ആഴം നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ഈ അനുഗ്രഹം ആ അനുഗ്രഹം അത് ഇത് ഇങ്ങനെ നടക്കുക. എൻ്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഓടുന്നേ? അങ്ങനൊരു ദൈവം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഞായറാഴ്ച അല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പൊക്കോ, അല്ലാതെ വേറൊന്നും വേണ്ട. വീടിനകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവം എന്തെന്നറിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. 2 ചേച്ചിമാർ, ഒരു ആങ്ങള, മാർത്ത, മേരി, ലാസർ. ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചപ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവൻ ലാസറിനെയും അവൻ്റെ സഹോദരിമാരെയും സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് അവനൊരു ഊബർ വിളിച്ച് ഈ വാർത്ത അറിഞ്ഞ ഉടനെ അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെയാണോ നിങ്ങളുടെ ബൈബിളിൽ? ആണോ? അതായത് അവൻ മാർത്തയും ലാസറിനെയും അവൻ്റെ സഹോദരിമാരെയും സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് ലാസർ രോഗിയായിരിക്കുന്നത് കേട്ട ഉടനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയി. ആണോ? ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ ലാസറിനെയും അവൻ്റെ സഹോദരിമാരെയും സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് പോയില്ല. ചില സമയത്തെ നമ്മൾ വിളിക്കുന്ന സമയത്ത് വരാത്തപ്പോഴേ സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നല്ലേ നമ്മൾ വിചാരിച്ചേ? അല്ലേ മോളെ? നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ആ ഉത്തരം കിട്ടിയില്ല പരീക്ഷയ്ക്ക്. നമ്മളെന്നാ വിചാരിച്ചേ? എന്നാ ഈശോയാണോ പ്രാർത്ഥിച്ച സമയത്ത് തന്നില്ലത്?
എനിക്ക് വളരെ കൗതുകരമായൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ എവിടെ കൺവെൻഷൻ നടത്താൻ പോയാലും മഴ പെയ്താൽ ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ നിൽക്കുമായിരുന്നു. എനിക്കിഷ്ടം പോലെ, അതായത് കഴിഞ്ഞ 19 കൊല്ലത്തിനിടയിൽ ഒരുപാട് അനുഭവം. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു തുടങ്ങി ഈ മനുഷ്യൻ വന്നാൽ മഴ പെയ്യും എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം ഞാൻ ചെല്ലുമ്പോൾ മഴ, പ്രാർത്ഥിക്കുമ്പോൾ മഴ നിൽക്കും. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഒരു സ്ഥലത്ത് ഞാൻ 5 ദിവസവും പ്രാർത്ഥിച്ചിട്ടും 3 ദിവസവും പ്രാർത്ഥിച്ചിട്ടും 3 ദിവസവും മഴ നിന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ പരിപാടിയാണ് കാണിച്ചേ. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു സ്വരം തന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു സന്ദേശം തന്നെന്നറിയോ? നീ പേടിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മഴ നിൽക്കും. അത് നീ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതല്ലേ. എന്നോട് കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിച്ചാൽ മഴ നിൽക്കുന്നതിനൊക്കെ വല്ല സംശയമുണ്ടോ? എനിക്ക് ഒരു സംശയമില്ല. കാരണം ഞാൻ അത് അപ്പം തന്നെ വചനെടുത്ത് പ്രാർത്ഥിക്കും മഴ പെയ്താൽ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ നടക്കുമ്പോൾ. എനിക്ക് സംശയമില്ല, കാരണം മഴ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടത്. അപ്പം നിനക്കതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഞാൻ വേറൊരു സാധനം പഠിപ്പിച്ചു തരാം. എന്താണെന്നറിയാം? കോരിച്ചൊരിയുന്ന മഴയത്തും കൊതിയോടെ വചനം കേൾക്കുന്ന ഒരു ജനത്തെ ഞാൻ കാണിച്ചു തരാം. മഴ നിന്നാൽ നിനക്കത് കാണാൻ പറ്റില്ല. ഞാനൊരു കാഴ്ച കണ്ടു. എവിടെന്നറിയാം? വരാപ്പുഴയിലായിരുന്നത്. വരാപ്പുഴ 3 ദിവസവും കോരിച്ചൊരിയുന്ന കനത്ത മഴയിൽ കുടയും പിടിച്ചിരുന്ന് ഒരു ജനം വചനം കേട്ടു, ദൈവത്തെ ആരാധിച്ചു. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ലായിരുന്നു. കാരണം എപ്പോൾ പ്രാർത്ഥിച്ചാലും മഴ നിൽക്കും. മഴ നിൽക്കാത്തത് കൊണ്ട് എനിക്കൊരു കാഴ്ച കിട്ടി. അതായത് പെരുമഴയത്ത് കുടയും പിടിച്ചിരുന്നൊരു ജനം വചനം കേൾക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. 10 മിനിറ്റ് 20 മിനിറ്റ് അല്ല, അതായത് ഒരു 3 മണിക്കൂറത്തെ ശുശ്രൂഷയ്ക്ക് ആരംഭം മുതൽ അവസാനം വരെ കുടയും പിടിച്ചിരുന്ന് വചനം കേൾക്കും പെരുമഴയത്ത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതായത് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് വന്ന് മഴ നിർത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ ഒരു ജനതയുടെ വിശ്വാസം കൊട നിവർത്തി നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലായി? ഞാൻ വിചാരിച്ചിരുന്നു ഈ ജനമൊന്നും വളർന്നിട്ടില്ലെന്നാ. കർത്താവ് പറഞ്ഞു, ഇനി മഴയല്ല വെള്ളപ്പൊക്കം ഉണ്ടായാലും വെള്ളത്തിൽ ഒഴുകി നടന്ന് ജനം വചനം കേൾക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അതായത് സ്നേഹിച്ചു, പക്ഷെ വന്നില്ല. മാർത്തയും മേരിയും ലാസറിനെ യേശു സ്നേഹിച്ചിരുന്നു, പക്ഷേ രോഗിയായിരുന്നു എന്ന് കേട്ടിട്ട് ഈശോ പോയില്ല. കേൾക്കുന്നുണ്ടോ? നീ പോയില്ല. അപ്പം എന്ത് ചെയ്തു? ലാസർ മരിച്ചുപോയി. മരിച്ചിട്ട് സഹോദരിമാരെന്തെന്നറിയാം? മരിച്ചു. കർത്താവേ മരിച്ചു. അപ്പം ഈശോ ചെന്നപ്പോൾ മരിച്ചിട്ട് 4 ദിവസമായിരുന്നു. യഹൂദൻ്റെ കണക്കനുസരിച്ച് അസ്ഥിയിൽ നിന്ന് മാംസം വേർപെടുന്ന സമയമാണ് 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഹോപ്പും ഇല്ല. അസ്ഥിയുടെ വഴിക്ക് പോയി, മാംസത്തിൻ്റെ വഴിക്കും പോയി എന്ന് പറഞ്ഞാൽ സർവ്വപ്രതീക്ഷയും അറ്റുനിന്നൊരു സമയത്ത് കർത്താവ് വന്നു. ഇനി വന്നിട്ട് എന്തിനാ? അടക്കവും കഴിഞ്ഞു അല്ലേ? 41 കഴിഞ്ഞ് ആളുകൾ ചായയും കുടിച്ച് പോവുകയും ചെയ്തു. ഇനി എന്തിനാ വരുന്നേ? അപ്പോൾ ഈശോ വന്നു. എനിക്ക് ഭയങ്കര എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു വാക്യമുണ്ട് അതിനകത്ത്. കേൾക്കണേ. ഈശോ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത 2 കിലോമീറ്റർ ഓടി യേശുവിൻ്റെ അടുത്ത് ചെന്നു. മറിയമാകട്ടെ വീട്ടിൽ തന്നെ ഇരുന്നു. അയ്യോ, വല്ലതും കത്തുന്നുണ്ടോ? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തവളാണ്, കാൽച്ചുവട്ടിലിരുന്നവളാണ്. അവക്കറിയാം വഴി നിൽക്കുന്നവൻ ഈ വീട്ടിലോട്ട് വരും, ഞാൻ അങ്ങോട്ട് ഓടേണ്ട കാര്യമില്ല. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ആ വഴി മർത്ത ഉണ്ടല്ലോ, അങ്ങോട്ടോടി. അവിടെ അത്ഭുതം, അങ്ങോട്ടോടി. ഇവിടെ അത്ഭുതം, ഇങ്ങോട്ടോടി. മറിയെന്നാ പറഞ്ഞെന്നറിയാമോ? ഞാൻ നിങ്ങൾ വചനം കേൾക്കാൻ വരരുത്, നിങ്ങൾ വചനം പഠിക്കാൻ വരണം. മൗണ്ട് കാർമലിൽ വരണം. എന്തിനാണ്? ബൈബിള് പഠിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ. അല്ലാതെ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി വരരുത്. അതിന് പകരം നിങ്ങൾ വരണതിനെന്നറിയാമോ? എൻ്റെ കർത്താവിനെ അനുഭവിക്കാൻ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഈശോയെ ആരാധിക്കാൻ. ഈശോ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ഓട്ടി അങ്ങോട്ട് ചെന്നു. മറിയമാകട്ടെ വീട്ടിൽ തന്നെ ഇരുന്നു. എന്താ കാര്യം എന്നറിയാം? അവക്കറിയാം വഴി നിൽക്കുന്നവൻ വീട്ടിൽ വരും, വീട്ടിൽ വരും. ആ ഒരു ഉറപ്പിന്ന് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൗണ്ട് കാർമലിൽ ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ, എൻ്റെ അകത്ത് മുറിയിൽ, എൻ്റെ അകത്തെ മുറിയിൽ, എൻ്റെ വീടിനകത്ത്, എൻ്റെ സ്വീകരണ മുറിയിൽ, എൻ്റെ കിച്ചണിൽ എൻ്റെ കർത്താവ് വരും. ഹല്ലേലൂയ.
ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റോ. ഒരു വാഗ്ദാനവും വെറുതെ പോകില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ മുതൽ എൻ്റെ അകത്തൊരു വാക്കിങ്ങനെ കടന്ന് തമ്പയർ അടിച്ചുകൊണ്ടിരിക്കുക. ആ വാക്ക് ഏതെന്നറിയോ? സമീപസ്ഥൻ. എന്താണ് ആ വാക്ക്? സമീപസ്ഥൻ. അതുകൊണ്ട് അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റില്ലെന്ന്. രാവിലെ മുതലൊരു വാക്ക് ഇങ്ങനെ അകത്ത് കിടന്ന് പെരുമ്പറ അടിക്കുക. ഏതാണ് ആ വാക്ക്? സമീപസ്ഥൻ. അതുകൊണ്ട് അമ്മേ, ഇന്ന് നീ അറിയാൻ പോവുക നിന്റെ ദൈവം ആരാണെന്ന്. ഇന്ന് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുക. ഇന്ന് നീ നിന്റെ ദൈവത്തെ അനുഭവിക്കാൻ പോവാണ്. സമീപസ്ഥനായ ദൈവം. സമീപസ്ഥൻ. വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായൊരു ദൈവം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? വേറെ ഒരു ജനതയില്ല. അങ്ങനെ വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്ന ഒരു ചൈനക്കാരനാണെന്ന് തോന്നുന്നു. ആ ചൈനക്കാരനോട് ഒരു മിഷണറി ബൈബിൾ കൊടുത്തു. ബൈബിൾ കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, ഇത് വായിച്ചിട്ടെ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലായത് ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചൈനക്കാരൻ്റെ കയ്യിൽ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലായത് ഞങ്ങളോട് നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചൈനക്കാരൻ ഇരുന്ന് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കിയിട്ട് അയാൾ ഈ കൊടുത്തവനോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേറെ ഒരു ദൈവത്തിനും ഇല്ലാത്ത, വേറൊരു മതവും അവതരിപ്പിക്കുന്ന ദൈവത്തിന് ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്തെന്നറിയാമോ? ബാക്കി എല്ലാ മതങ്ങളിലും അവർ ദൈവത്തെ കാണണമെങ്കിൽ ആ ദൈവം ഉള്ളിടത്തോട്ട് പോകണം. നിങ്ങളുടെ ദൈവം ഉണ്ടല്ലോ, നിങ്ങളുള്ളിടത്തോട്ട് വരുന്നൊരു ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളുള്ളിടത്തോട്ട് വരുന്ന ഒരു ദൈവമാണ് ഈ പുസ്തകത്തിൽ പറയുന്ന നിങ്ങളുടെ ദൈവം. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ അടുത്തോട്ട് മാത്രമല്ല നിങ്ങളുടെ അകത്തോട്ടും വരുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ അടുത്തോട്ട് മാത്രമല്ല നിങ്ങളുടെ അകത്തോട്ടും വരുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തമായിട്ടൊന്ന് അതരം തുറന്ന് ഹൃദയം തുറന്ന് ശക്തമായിട്ട് ഈശോയെ സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയാ. കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇരുന്നേ. ഹല്ലേലൂയാ. അപ്പോൾ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോണം? പ്രസൻസ്, കർത്താവിൻ്റെ പ്രസൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ നിന്നെ അനുഭവിക്കാനും നിന്റെ സാന്നിധ്യം കാണാനും നിന്നെ അനുഭവിക്കാനും സഹായിക്കണേ. അത് അസാധ്യമാണോ? അല്ല, അസാധ്യമല്ല, സാധ്യമാണ്. കർത്താവ് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈശോയെ കാണണമെന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈശോയെ കാണണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മളെല്ലാം ഈശോയോട് കൂടെ അതിനുവേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഏദൻ തോട്ടം കർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ക്ഷണമായിരുന്നു. നമ്മളതെല്ലാം പൊട്ടിച്ച് വേറെ വഴിക്കൊക്കെ പോയി. എന്നാലും ആ ദൈവം കാത്തിരിക്കുകയാണ് നമ്മുടെ കൂടെ വരാൻ, കൂടെ സഞ്ചരിക്കാൻ, കൂടെ വസിക്കാൻ. എപ്പോഴും കർത്താവിനെ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എപ്പോഴാണ് മരിക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മരണത്തിൻ്റെ സമയം? അയ്യോ, നിങ്ങൾക്കറിയില്ലേ? എനിക്കും അറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ നമ്മളെപ്പോഴാണ് മരിക്കുന്നത്. എപ്പോഴാണ് മരിക്കുന്നതെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യണം? എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അത് പാടാം. ഏതെന്നറിയാം? നിൻ സാന്നിധ്യം മതി നാഥ, നിന്റെ സാന്നിധ്യം മതി. അല്ലേ? എല്ലാം എന്നെ നിത്യതയോടെ അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഇന്ന് കണ്ണടച്ചോ. പാട്ടിനോട് ചേർന്ന് നമുക്ക് പാടാൻ. കർത്താവേ, നിന്റെ സാന്നിധ്യം മതി. എൻ്റെ കഷ്ടതയിലും ക്ലേശത്തിലും ഉള്ളിലും താഴ്വരയിലും എല്ലാം ദൈവമേ, മരണത്തിലും ജീവനിലും എല്ലാം നിന്റെ സാന്നിധ്യം മതി.